ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെയും. അങ്ങനെ കൺമണിയോട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുകയാണ് മാനസ. കൃഷിന് കൂട്ടായിട്ട് താനുണ്ടല്ലോ, അതുകൊണ്ട് കൺമണിയോട് ഇനി വീട്ടിലേക്ക് പോയിക്കോളാൻ മാനസ പറയുന്നത് കേട്ട് കൃഷിനും കൺമണിക്കും വളരെയധികം വിഷമാവുന്നുണ്ട്. ദയനീയതയോടെ അവർ പരസ്പരം നോക്കുന്നുണ്ട്. കൃഷും മാനസയും മുകളിലേക്ക് പോയതിനു ശേഷം കൺമണി തന്റെ ആ താലി പുറത്തേക്കെടുത്ത് അതും നോക്കി സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. കൃഷിനെ മുകളിലേക്ക് കൊണ്ടുപോയി ഒറ്റയ്ക്ക് കിട്ടുന്ന മാനസ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃഷിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മാനസ പറയും, എത്ര നാളായി ഞാൻ ഈ സമയത്തിനായിട്ട് കാത്തിരിക്കുന്നെന്നറിയോ? അങ്ങനെയും പറഞ്ഞ് കൃഷിന്റെ കവിളത്തൊക്കെ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ട് മാനസ. കൃഷിനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ് തോന്നുന്നത്. എന്താ ഇതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ, എന്താ ഇതെന്നോ, ഇതിനെ ഉമ്മയെന്ന് പറയും. അങ്ങനെയും പറഞ്ഞ് വീണ്ടും ഉമ്മയൊക്കെയും തുടങ്ങുന്നതും കൃഷി മാറ്റുന്നുണ്ട് മാനസയെ. അപ്പൊ മാനസ പറയും, വെറുതെ വേണ്ടാന്നായിരിക്കും അല്ലേ, ഇഷ്ടം പോലെ സമയം കിടക്കുമല്ലേ. ശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയം പറയുകയാണ്, ഈശ്വര, ആന്റിയെയും അങ്കിളിനെയൊക്കെ ഒരു 2-3 ദിവസം കൂടെ അമ്പലക്കാര്യമായിട്ട് അവിടെ പിടിച്ചു നിർത്തണേ. കുറച്ചു കൂടുതൽ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യാൻ അവരുടെ മനസ്സിനെ തോന്നിപ്പിക്കണേ. അതുവരെ ഞാൻ എന്റെ കൃഷിനെ പൊന്നുപോലെ നോക്കിക്കോളാം. ശേഷം കൃഷിന്റെ കവിളത്ത് നുള്ളിക്കൊണ്ട് പറയാണ്, എനിക്കറിയാം കൃഷിന് ഞാൻ ഇവിടേക്ക് വരണമെന്നുണ്ടായിരുന്നു എന്ന്. പക്ഷെ നേരിട്ട് തന്നെ വിളിക്കാൻ കുറച്ച് ചമ്മലുണ്ടായിരുന്നു. പക്ഷെ കൃഷിന്റെ മനസ്സറിഞ്ഞ് ഞാൻ ഇങ്ങെത്തും. അതാണ് മാനസ. എന്തായാലും ഞാൻ കൺമണി ഒന്ന് യാത്രയാക്കിയിട്ട് വരാം. പാവം കൺമണി ഒരു സഹായത്തിന് വിളിച്ചപ്പോ വരാൻ സമ്മതിച്ചല്ലോ അവള്. പിന്നെ അവള് വീട്ടിലെ കുറച്ച് ജോലികൾ കൂടുതൽ ചെയ്തതല്ലേ, കുറച്ച് കൂടുതൽ ക്യാഷ് ഒക്കെ കൊടുക്കണ്ടേ, അതല്ലേ അതിന്റെ ശരി എന്നൊക്കെ മാനസ അഭിപ്രായം ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട്, ഏയ് ക്യാഷ് കൊടുത്ത് കൺമണിക്ക് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും മാനസ തിരിച്ച് പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് വിട്ടേക്ക് കൃഷ്, ഞങ്ങള് പെണ്ണുങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ തന്നെ എടുത്തോളാം. കൃഷി കുളിച്ച് പകുതിയായപ്പോ വന്നതല്ലേ, ആ കുളി അങ്ങോട്ട് പൂർത്തിയാക്ക്. അപ്പോഴേക്കും ഞാൻ കൺമണിയെ പറഞ്ഞു വിട്ട് അങ്ങോട്ട് വന്നോളാം. അല്ലെങ്കിൽ പിന്നെ വേണ്ട, ഞാൻ തന്നെ കുളിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് കൃഷിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ നോക്കാണ് മാനസ. കൃഷിനാണെങ്കിൽ അതൊന്നും തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷെ മാനസ അതൊന്നും ശ്രദ്ധിക്കാതെ കൃഷിനെ പിടിച്ചു വലിച്ച് ഉന്തിത്തള്ളി ബാത്റൂമിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ബാത്റൂമിനുള്ളിൽ കയറുന്നതും കൃഷി മാനസയോട് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നീ വരുമൊന്നും വേണ്ട, ഞാൻ തന്നെ കുളിച്ചോളാം എന്നും പറഞ്ഞ് ഡോർ അടയ്ക്കുകയാണ് പെട്ടെന്ന്. കൺമണിയാണെങ്കിൽ ഇവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. തന്റെ ഡ്രസ്സുകളെല്ലാം ബാഗിലേക്ക് ആക്കി വെക്കുന്നു. ആ സമയത്താണ് മാനസ അങ്ങോട്ട് വരുന്നത്. കൺമണിയുടെ മുഖഭാവം കണ്ടിട്ട് മാനസ ചോദിക്കുന്നുണ്ട്, നീ എന്താ വല്ലാതിരിക്കുന്നേ, വീട്ടിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് കൺമണി. പിന്നെന്താ എന്നെ കണ്ടിട്ടൊരു ഉഷാറില്ലാത്തത്? ഞാൻ കരുതി മാനസ മാഡം എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുമെന്ന്. നിനക്ക് കുറച്ചൊക്കെ ജാട കൂടിയിട്ടുണ്ടോ? നീ കൃഷിനെ പറഞ്ഞു മയക്കാൻ നോക്കിയോ? കൃഷിന്റെ മനസ്സിളക്കാൻ നോക്കിയോ എന്നൊക്കെ കൺമണിയെ ഒന്ന് പേടിപ്പിക്കാൻ മാനസ ചുമ്മാ പറയുന്നുണ്ട്. അത് കേട്ട് കൺമണി പേടിച്ചെന്ന് മനസ്സിലാക്കുമ്പോ, എടി നീ പേടിച്ചു പോയോ? ഞാനൊന്ന് വരട്ടിയതല്ലേ എന്റെ കൺമണി. ഈ ലോകത്തെ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരേ ഒരു പെൺതരി നീയാണ്. എത്ര പ്രലോഭനങ്ങൾ വന്നാലും കൺമണിയുടെ മനസ്സ് അലിയില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കൃഷിനെ ആ നിഷിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ തിരിച്ചേൽപ്പിച്ചത് ആരാ? എന്റെ കൺമണി. നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണാണെങ്കിൽ അന്ന് അമ്പലത്തില് നിഷിയെ മാറ്റിയിട്ട് അവനെ വളച്ചിട്ട് താലി കെട്ടുമായിരുന്നു. നീ ഒരുപാട് പ്രത്യേകതകളുള്ള പെണ്ണ. എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നവരെ നീ ഇതുപോലെ എനിക്ക് വേണ്ടി കൃഷിനെ സംരക്ഷിച്ചു പോരണം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും പറഞ്ഞ് കൺമണിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് മാനസ, അപ്പൊ ശരി കൺമണി, ഞാൻ വിളിച്ചോളാം. അങ്കിളും ആന്റിയും മടങ്ങി എത്തുമ്പോഴേക്കും കൃഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ ശരിക്കും ഒന്ന് ഇംപ്രസ് ചെയ്യണം. അതിനായിട്ടാണ് ഞാൻ വന്നത്. അതുപോലെ ഈ വിശ്വാമിത്രന്റെ മനസ്സൊന്ന് മാറ്റണമല്ലോ. ദേ ഇന്ന് തന്നെ എന്നെ കണ്ടിട്ട് ഷോക്ക് അടിച്ച പോലെ നിന്നതല്ലാതെ ഒരു ചിരിയുമില്ല, കണ്ടിട്ട് ഒരു സന്തോഷവും ഇല്ല. പക്ഷെ ഇന്നുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. മാനസേ, നീ എന്നെ വിട്ടുപോകരുതെന്ന് പറയുന്ന തരത്തിൽ ഞാൻ കൃഷിനെ കെയർ ചെയ്യും. നീ നോക്കിക്കോ, അവനെ കൊണ്ട് എന്നെ താലി കെട്ടിച്ചേ പറ്റൂ എനിക്ക്. അതിരിക്കട്ടെ, വരുൺ എന്ത് പറയുന്നു, ഹാപ്പി അല്ലേ? അതേന്ന് പറയുന്നുണ്ട് കൺമണി. തുടർന്ന് ചോദിക്കുന്നുണ്ട്, വിവാഹത്തിന് തീയതിയൊക്കെ കുറിച്ചോന്ന്. ഇല്ലെന്നും ഉടനെ കുറിക്കുമെന്നും കൺമണി മറുപടി കൊടുക്കുന്നുണ്ട്. നിന്റെ കല്യാണത്തിന് ഞാൻ നിന്റെ തോഴിയായിട്ട് കൂടെ ഉണ്ടാവും. അതുപോലെ തിരിച്ചും വേണം. എന്റെ കല്യാണം നടത്തിക്കാൻ നീ കൂടെ നിൽക്കണം. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് കൺമണി. അപ്പൊ ശരി കൺമണി, നീ പൊക്കോ എന്ന് മാനസ പറയുന്നതായിട്ട് കൺമണി ചോദിക്കുന്നുണ്ട്, ഞാൻ കൃഷ് സാറിനോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോയാ പോരെ? അപ്പൊ മാനസ പറയും, കൃഷ് കുളിക്കാൻ കയറി, നീ പോയിക്കോ, ഞാൻ അവനോട് പറഞ്ഞോളാം. കൺമണിക്ക് അത് കേട്ട വിഷമമാകുന്നുണ്ട്. എങ്കിലും മാനസ പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ എന്ന രീതിയിൽ സമ്മതിക്കുന്നു. ശേഷം കൃപ താഴത്തെ റൂമിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ആന്റിയോട് ഞാൻ പറഞ്ഞോളാം,
ഞാൻ വന്നോണ്ടാണ് കൺമണി പോയതെന്ന്. അങ്ങനെ കൺമണിയെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് കുറച്ച് ക്യാഷ് കൂടെ മാനസ കൺമണിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കൺമണിയാണെങ്കിലും ആകെ പകച്ചു പോകുന്നുണ്ട്. ഇതെന്തായതെന്ന് ചോദിക്കുമ്പോ ഇത് കുറച്ച് രൂപ. മാഡം എന്തിനാ എനിക്ക് കാശൊക്കെ തന്നത്? അയ്യേ, ഞാൻ കാശിന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെയാണോ മാഡം കരുതിയത്? അപ്പൊ എന്നെ ജോലിക്കാരിയായിട്ടാണോ മാഡം കരുതുന്നത്? എന്താ മാഡം, ഇതെന്റെ കടമയല്ലേ? ഈ വീടിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. കൺമണി ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും മാനസ തിരിച്ചു പറയുന്നുണ്ട്, എന്റെ കൺമണി കടമയും കടപ്പാടും ഒക്കെ നോക്കിയാ അടുപ്പിൽ അരിവേവില്ല. ഇക്കാലത്ത് എന്തും ഒരു നേട്ടത്തിനായിരിക്കണം. അതാണ് എന്റെ പോളിസി. ഞാനിപ്പോ ഇവിടെ വന്ന് കൃഷ്ണനെ സേവിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് എന്റെ നേട്ടത്തിനാ. അതുകൊണ്ടേ വലിയ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. പണത്തിന് പണം തന്നെ വേണം. ഞാൻ ദേ ഇപ്പൊ എവിടെന്നെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യും, എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് കൃഷ്ണന് കൊടുക്കും. കൃഷ് അത് കഴിച്ചിട്ട് എന്നെ അഭിനന്ദിക്കുകയും ചെയ്യും. കുറച്ച് തട്ടിപ്പും തരികിടയൊക്കെ വേണം കൺമണി ഈ ലോകത്ത് ജീവിക്കാൻ. ഓവർ നന്മവരൊന്നും ആകണ്ട കേട്ടോ. അതുകൊണ്ട് നീ കാശ് കയ്യിൽ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ഓക്കെ ശരി എന്ന് പറഞ്ഞ് മാനസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശ്രീനിവാസൻ മനോജിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി മനോജിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനോജ് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അച്ഛനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റില്ല. ബൽറാം സാറിന്റെ അമ്മ സുമിത്ര മേഡം എന്നെ വിളിച്ചിരുന്നു. അവർക്ക് അത്യാവശ്യമായിട്ട് എവിടെ പോകണമെന്ന്. അതുകൊണ്ട് എനിക്ക് മാഡത്തിനെയും കൊണ്ട് പോയേ പറ്റൂ. അച്ഛനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് ശ്രീനിവാസൻ. എന്നാൽ തിരക്കിട്ടുള്ള മനോജിന്റെ ആ പോക്കിനിടയില് ബാഗ് എടുക്കാൻ മറന്നിരുന്നു. ധനലക്ഷ്മി പിന്നാലെ വന്നിട്ട് ദേ മനോജിട്ട ബാഗ് എടുക്കാൻ മറന്നു, ബാഗ് എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും മനോജ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാഗ് ഏൽപ്പിക്കാൻ പറ്റിയില്ല. ശേഷം ശ്രീനിവാസനോട് വന്ന് ചൂടാവുകയാണ്, മോനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഡ്രൈവർ കാറുമായി വന്ന് കയറ്റിക്കൊണ്ടു പോയിരുന്ന ആളാണ് ഇപ്പൊ ദേ ബസ് പിടിക്കാൻ വേണ്ടി ഉച്ചച്ചോറ് പോലും എടുക്കാതെ ഓടിയേക്കുക. ഇതിനൊക്കെ കാരണക്കാരി ടൂർ അടിച്ചു വിളിച്ച് നടക്കുന്നു. അവളുടെ ഒരു ട്രിപ്പ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഉടനെ ശ്രീനിവാസൻ ധനലക്ഷ്മിയോട്, മോളെ എനിക്ക് ആശുപത്രിയിൽ വരുണിനെ ഒന്ന് കാണാൻ പോണം. മനോജ് ഒത്ത് പോകാന്നാണ് പറഞ്ഞത്. വണ്ടിക്കൂലിയും പിന്നെ ആശുപത്രിയിലേക്ക് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകണ്ടേ? അതിനൊക്കെ കൂടി ചിലരെ കാശ് വേണമല്ലോ. എനിക്ക് പണിയില്ലെന്നും നിനക്കറിയാലോ. കൺമണിയാണെങ്കിൽ സ്ഥലത്തും ഇല്ല, എന്റെ കയ്യിലാണെങ്കിൽ കാശും ഇല്ല. നിന്റെ കയ്യിൽ കാശ് എന്തെങ്കിലും ഉണ്ടോ മോളേന്ന് ധനലക്ഷ്മിയോട് ചോദിക്കുമ്പോ ധനലക്ഷ്മി തിരിച്ചു പറയുന്നുണ്ട്, ഓ ഇതിനാണോ അച്ഛൻ ഇങ്ങനെ വളച്ചു കെട്ടിയൊക്കെ ചോദിക്കുന്നത്? കാശുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ദേ അകത്തെ ആ സ്റ്റോർ റൂമിലില്ലേ പണം നിറയെ ചാക്കിലാക്കി കെട്ടിവെച്ചിരിക്കുകയല്ലേ. കെട്ടാൻ മടിച്ച് കുറച്ച് തറയിലൊക്കെ കിടപ്പുണ്ട്. അത് ഞാൻ അങ്ങ് എടുക്കുകയും ചെയ്തു. അച്ഛന് വേണമെങ്കിൽ അതിൽ നിന്ന് ആവശ്യത്തിന് അങ്ങ് എടുക്കാമല്ലോ. പിന്നെ വടക്കേ പുറത്ത് പണം കായ്ക്കുന്ന ഒരു മരത്തില് കുറച്ച് കാശ് പൂത്ത് കിടപ്പുണ്ട്. എത്രയാ വേണ്ടതെന്ന് വെച്ചാ പറിച്ചെടുത്തോ. ഇതിനൊക്കെ എന്നോട് ചോദിക്കുന്ന എന്തിനാ? ഇങ്ങനെയെല്ലാം പരിഹാസത്തോടെ പറഞ്ഞിട്ട് പിന്നീട് ധനലക്ഷ്മിയുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ്. ഓ ഒരു പണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, 5 പൈസ പോലും ഈ ധനലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഫീഡ് മുടിപ്പിക്കാൻ ജനിപ്പിച്ച ഒരു അസുരവിത്തുണ്ടല്ലോ ഇവിടെ കൺമണി, അവളെ BR-ലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ലല്ലോ. മനോജേട്ടൻ കെഞ്ചി കാല് പിടിച്ച് പറഞ്ഞു. അടിയും കൊടുത്ത് അവളെ ജോലിക്ക് അയക്കാൻ നിങ്ങൾക്കായോ? ഇല്ലല്ലോ. ഇതെല്ലാം കേട്ട് ഒരുപാട് സങ്കടമാവുന്നുണ്ട് ശ്രീനിവാസന്. തല താഴ്ത്തി സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് ധനലക്ഷ്മിയുടെ ഈ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ട്. ശേഷം ധനലക്ഷ്മി പറയുന്നുണ്ട്, അവൾ അവിടെ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഈ വീടിന്റെ അവസ്ഥ എവിടെ എത്തുമായിരുന്നു? അയ്യോ, എന്നിട്ടിപ്പോ ധനലക്ഷ്മി പണം തരണം. തന്നത് തന്നെ ജോലിക്ക് പോവാത്തോണ്ട് കാശില്ലാന്ന്. ആരെങ്കിലും പറഞ്ഞോ ജോലിക്ക് പോകണ്ടാന്ന്? ഇല്ലല്ലോ. അച്ഛൻ ജോലിക്ക് പോകണ്ടാന്ന് മോൻ പറഞ്ഞപ്പോഴേക്കും അത് കേൾക്കാനിരുന്നത് പോലെ വീടിനകത്ത് കയറി അങ്ങിരുന്നു. പണിയെടുക്കാതിരുന്നാ പിന്നെ ദേഹം വിയർക്കാൻ തോന്നില്ലല്ലോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാശെന്ന് പറഞ്ഞ് മേലില് എന്റെ മുന്നിൽ കൈനീട്ടി വന്നേക്കരുത്. പുതിയ രക്ഷകരുണ്ടല്ലോ പെങ്ങന്മാര്, അവരോട് പോയി ചോദിക്ക് ആശുപത്രിയിൽ പോവാൻ പൈസ വേണോന്ന് പോലും. ഞാൻ തരില്ലെന്ന് പറഞ്ഞ് ശ്രീനിവാസനെ ഒരു ആട്ടാട്ടി ധനലക്ഷ്മി അങ്ങ് പോകുന്നുണ്ട്. ശ്രീനിവാസനാണെങ്കിൽ കരച്ചിൽ വരുന്നു. എങ്കിലും എല്ലാം സഹിച്ചു നിൽക്കാനേ ഇപ്പൊ കഴിയുന്നുള്ളൂ. ഇവിടെ കൺമണിയാണെങ്കിൽ പോകാൻ ഭാവിക്കുകയാണ്. അപ്പോഴും കൺമണി ചിന്തിക്കുന്നുണ്ട്, കൺമണി 2 ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് പോയാ മതി, ഉടൻ പോകണ്ടെന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത്. അതോ അങ്ങനെ പറയണമെന്ന് കൃഷ്ണാറിന്റെ മനസ്സിലുണ്ടായിരുന്നോ? മാനസയെ കണ്ടപ്പോ പതറിപ്പോയതാണോ? എന്തായാലും ശരി, സ്നേഹത്തോടൊരു വാക്ക് പറയണ്ടേ, അതുപോലും പറഞ്ഞില്ല. കൺമണി ഞാൻ കൊണ്ടുവിടാന്നെങ്കിലും പറയണ്ടേ, അതുമില്ല. ഇനി ഒന്നും വേണ്ട, സാഗർ സാറൊക്കെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് പോയാൽ മതിയെന്നെങ്കിലും പറയണ്ടേ. ചിലപ്പോ കൃഷ് സാറും എന്നെ ഒരു ജോലിക്കാരിയായിട്ടായിരിക്കും കണ്ടിരിക്കുന്നത്. കാശ് തന്നത് ചുരുട്ടിക്കൂട്ടി മാനസ മേഡത്തിന്റെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് കൺമണി പോകാൻ തുടങ്ങുന്നത്. പെട്ടെന്നാണ് കൺമണിക്ക് ഒരു കോള് വരുന്നത്. ശ്രീനിവാസനാണ് വിളിക്കുന്നത്. ശ്രീനിവാസൻ ആദ്യമേ ചോദിക്കുന്നുണ്ട് കൺമണി എവിടെയാണെന്ന്. ഓഫീസിലേക്ക് പോവാണെന്ന് കൺമണി പറയുന്നു. അവിടുന്ന് ഞാൻ പിന്നെ വീട്ടിലേക്കായിരിക്കും വരുന്നേ, ഞാൻ വിളിക്കാം. അല്ല അച്ഛൻ എന്തിനാ എന്നെ വിളിച്ചാൻ ചോദിക്കുമ്പോ, മോളെ വരുൺ ആശുപത്രിയിലാണെന്നുള്ള കാര്യം നീ അറിഞ്ഞല്ലോ. ഏതോ ഗുണ്ടകൾ തല്ലിയെന്നാണ് കേട്ടത്. വരുണിനെ കാണാൻ ആശുപത്രിയിൽ പോകാൻ ഇറങ്ങിയതാ. പക്ഷെ വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇതറിയുന്നതും കൺമണി ശ്രീനിവാസനോട് പറയുന്നുണ്ട്, ആശുപത്രിയിലേക്ക് പോകണ്ട അച്ഛാ,
ആശുപത്രിയിൽ ചെന്ന് വരുണിനെ ബുദ്ധിമുട്ടിക്കണ്ട, അവൻ വിശ്രമിക്കട്ടെ, ചികിത്സ നടക്കട്ടെ. പക്ഷേ ശ്രീനിവാസൻ പറയും, എങ്കിലും മോളെ നമ്മള് ബന്ധുക്കളാവാൻ പോകുന്നവരല്ലേ, പോയി അന്വേഷിക്കുക മാത്രമല്ല കൂടെ നിൽക്കുകയും വേണം. മോൾ ഇപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് ഒന്ന് പോകണം. കൺമണിക്കാണെങ്കിൽ അത് കേൾക്കുന്നതും പേടിയാവുന്നുണ്ട്. കാരണം താനാണല്ലോ വരുണിനെ ഈ അവസ്ഥയിലാക്കിയത്. ഇനി വരുൺ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല പോയി കണ്ടു കഴിഞ്ഞാൽ. അതൊക്കെ ഓർക്കുമ്പോ കൺമണിക്ക് ആകെ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞു പോകാമെന്നൊക്കെ ശ്രീനിയോട് പറയുന്നുണ്ടെങ്കിലും ശ്രീനിവാസൻ വീണ്ടും നിർബന്ധിക്കുകയാണ്, മോളെ നീ പറയുന്നത് അനുസരിക്ക്, നാട്ടുമര്യാദകൾ പാലിച്ചേ പറ്റൂ, നീ എന്തായാലും പോയേ പറ്റൂ, അത് കുടുംബത്തിന്റെ ആവശ്യമാണ്, ഇപ്പൊ തന്നെ പോണം. ഒടുവിൽ ഞാൻ പോകാമെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ കൺമണി. ഇനിയാണെങ്കിലും ഇത് കേട്ടപ്പോഴാണ് തനിക്ക് ആശ്വാസമായതെന്ന് പറയുന്നു. തുടർന്ന് കൺമണി ആലോചിക്കുകയാണ്, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാനാണ് വരുണിനെ തല്ലിയതെന്ന് വരുണിന് നന്നായിട്ട് അറിയാം. വീട്ടിലിപ്പോ ആരോടെങ്കിലും പറഞ്ഞു കാണുമോ? ചെന്നാല് എന്നെ ആട്ടി ഇറക്കുവോ? എന്താ സംഭവിക്കാൻ പോകുന്നേ? എന്തായാലും അച്ഛൻ പറഞ്ഞതല്ലേ, എന്തായാലും പോയേക്കാം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് കൺമണി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇവിടെ വരുണിനാണെങ്കിൽ നേഴ്സ് ഇഞ്ചക്ഷനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ വരുണാണെങ്കിൽ വലിയ വായിൽ നിലവിളിക്കുന്നുണ്ട്. അത് കാണുമ്പോ നേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത്രയും പേടിയോ? ഇത്രയും പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വരുണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുക്കും, ഇവന് ദേഷ്യം വന്നാൽ ഇങ്ങനെയാ. എന്തായാലും ശരി, കുറെ ദിവസത്തേക്ക് ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ വേണ്ടി വരും. എന്നും കിടന്ന് നിലവിളിച്ചാൽ ശരിയാവില്ലല്ലോ. വാരിയലിന് പൊട്ടൽ, കഴുത്തിന്റെ ഞരമ്പിന് ഡാമേജുമായി, കാൽപാദത്തിനൊടിവ്, 2 കൈക്കും പൊട്ടലും ഉണ്ട്. പിന്നെ നല്ല ക്ലെയിം കിട്ടും. കേസൊന്നും കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോ നേഴ്സിനോട് പോകാൻ പറയുന്നുണ്ട് കേട്ടോ വരുൺ. അപ്പൊ നേഴ്സ് വീണ്ടും പറയാണ്, കേസൊന്നും കൊടുത്തില്ലെങ്കിൽ തല്ലിയവർക്ക് അത് എളുപ്പമായിരിക്കും, അവര് വീണ്ടും തല്ലാൻ വരും. ഈ ഒരു സമയത്താണ് കൺമണി അങ്ങോട്ട് എത്തുന്നത്. കൺമണിയെ കാണുന്നത് വരുണിന്റെ ആ മുഖഭാവം തുറിച്ചു നോക്കുകയാണ് കൺമണിയെ ദേഷ്യത്തോടെ. അതേസമയം കൺമണി തന്നെ കഴിഞ്ഞ ദിവസം അടിച്ച് ശരിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം വരുണിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. തന്നെ ഈ നിലയിലാക്കിയ കൺമണിയോട് തീർത്താൽ തീരാത്ത ദേഷ്യമാണ് വരുണിന് തോന്നുന്നത്. ഇവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും വരുണിന്റെ അച്ഛന് കൺമണി വന്നത് കാണുമ്പോൾ സന്തോഷാവുന്നുണ്ട്. വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് കൺമണിയോട്, പാവം അവന് തല തിരിക്കാൻ പോലും പറ്റുന്നില്ല. അടി കൊണ്ട സ്ഥലത്തിനേക്കാൾ അടി കൊള്ളാത്ത സ്ഥലമാണ് കുറവ്. മോനെ, കൺമണി വന്നത് നീ കണ്ടില്ലേ, നിനക്ക് സന്തോഷായോ എന്നൊക്കെ വരുണിനോട് ചോദിക്കുമ്പോ വരുണിങ്ങനെ ദേഷ്യം കടിച്ചമർത്തിയാണ് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ കുറെ ഗുണ്ടകൾ ചേർന്ന് തല്ലിയതാണെന്ന് വരുണിന്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോ യഥാർത്ഥ സംഭവമോ എന്നെക്കുറിച്ചോ ഒന്നും വരുൺ പറഞ്ഞിട്ടില്ല എന്ന് കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട്. കൺമണിയും വരുണും തമ്മിൽ പരസ്പരം ഒന്നും സംസാരിക്കാത്തത് കാണുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമെന്ന്. അത് കേട്ട ഉടനെ കൺമണി ചോദിക്കുന്നുണ്ട് വരുണിനോട്, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. വരുണാണെങ്കിൽ കൺമണിയോടുള്ള ദേഷ്യം കാരണം മുഖം തിരിക്കുകയാണ് അങ്ങോട്ട്. മുഖം തിരിക്കുന്നതും വേദന വരുന്നു. അത് കാരണം കിടന്ന് നിലവിളിക്കുന്നു. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മോനെ, അങ്ങനെ വെട്ടിത്തിരിക്കല്ലേ, കഴുത്ത് പിടിക്കും. ശേഷം കൺമണിയോട്, ഞാൻ പറഞ്ഞില്ലേ മോളെ, ഈ തല്ലിയവനുണ്ടല്ലോ സകല അടവുകളും പഠിച്ചവനാ, കണ്ടില്ലേ എല്ല് ചന്നം ഭിന്നം പൊട്ടിയെന്നാണ് ഡോക്ടർ പോലും പറഞ്ഞത്. പെട്ടെന്നാണ് കൺമണിക്ക് അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോള് വരുന്നത്. അതെടുത്ത് സംസാരിക്കാനായിട്ട് കൺമണി മുറിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നു. അത് കഴിഞ്ഞ് വരുണിന്റെ അച്ഛൻ വരുണിനോട് പറയാണ്, പാവം കുട്ടി, നിന്റെ ഈ കിടപ്പ് കണ്ടിട്ടെ അവൾക്ക് നല്ല വിഷമമുണ്ട്. വരുണാണെങ്കിൽ ഇവിടെ കൺമണിയെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ്. അതുകൊണ്ട് അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് തിരിച്ചൊന്നും പറയാനാവാതെ അതൊക്കെ കേട്ട് സഹിച്ച് കിടപ്പാണ്. ഭാഗ്യലക്ഷ്മിയാണ് വിളിക്കുന്നത്. കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി നിനക്ക് എന്നെ മനസ്സിലായോ? കൺമണിയും എടുത്തടിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എവിടെ നിന്നാ എന്നെ വിളിക്കുന്നേ, നിങ്ങൾ എന്നെ പിന്തുടരുന്ന ആളാണോ? എന്തായാലും ഇനി നിങ്ങൾ എന്റെ മുൻപിൽ വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം. ഫോണിൽ വിളിച്ചാൽ ഞാൻ ഇനി എടുക്കില്ല, നേരിട്ട് കണ്ടേ പറ്റൂ. ഞാൻ ഫോൺ കട്ട് ചെയ്യാന്ന് പറഞ്ഞ് കൺമണി കട്ട് ചെയ്യാൻ തുടങ്ങുന്നതും, നേരിട്ട് കാണണം അല്ലേ, ശരി, ഒന്ന് തിരിഞ്ഞ് ഇടത്തോട്ട് നോക്കിയാൽ മതി, എന്നെ കാണാൻ പറ്റും. കൺമണി നോക്കുന്നതും അതാ ഭാഗ്യലക്ഷ്മി തൊട്ട് മുമ്പിലുണ്ട്. കൺമണിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയെ കണ്ട് കൺമണിയും ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട് അവളെ. ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്, ഞാനാണ് കൺമണി, നിന്റെ അജ്ഞാതയായ കൂട്ടുകാരി. കൺമണി എന്താ എന്നെ കണ്ടിട്ട് അന്തം വിട്ട് നോക്കി നിൽക്കുന്നേ, ഒരു വിചിത്ര ജീവിയെ കണ്ട പോലെ. ഞാൻ തന്നെയാണ് കൺമണിയെ വിളിക്കുന്ന ആ അഭ്യുദയകാംക്ഷി. കൺമണിയാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നും. നിങ്ങൾ ആരാണ്, പേരെന്താ, അല്ല നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ച് ഓരോ സൂചനകൾ തരുന്നത്, ഞാൻ എവിടെയാണ്, എന്ത് ചെയ്യുകയാണ്, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? എല്ലാം പറയൂ എന്നോട്. നിങ്ങൾ അറിയിക്കുന്നത് പലതും ശരിയാണ്, പക്ഷേ നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? പ്ലീസ്, നിങ്ങൾ ആരാ, അതെങ്കിലും ഒന്ന് പറയാൻ പറയുമ്പോ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്, കാണാൻ മോഹിച്ച ആളെ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ സമാധാനായില്ലേ, അതുപോലെ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വൈകാതെ അറിയും. ഇപ്പൊ അത്ര അറിഞ്ഞാ പോരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൺമണിയെ അറിയിക്കാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. അത്ര പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ഇത് കേട്ട എന്താണെന്ന് ചോദിക്കുന്ന കൺമണിയോട്
കൃഷിന്റെ ജീവൻ ആപത്തിലാണെന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. അത് കേട്ട് ശരിക്കും ഭയന്നു പോകുന്നുണ്ട് കേട്ടോ കൺമണി. തുടർന്ന് ഭാഗ്യലക്ഷ്മി പറയാണ് കൃഷിന്റെ മേൽ കൺമണിക്ക് നല്ല ശ്രദ്ധ തന്നെ വേണം. അപകടം ഏത് രൂപത്തിലാണ്, ആരുടെ രൂപത്തിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു അപകടമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രൂപത്തിലും ആകാം. ഇന്നലെ തന്നെ കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന വരുണിന്റെ ആ ഒരു സംഭവം, അതിൽ നിന്ന് തന്നെ ശരിക്കും രക്ഷപ്പെട്ടത് കൃഷാണ്. ശരിക്കും കൃഷിനെ കൺമണി രക്ഷിക്കുകയായിരുന്നു. കൃഷിന്റെ അടുത്ത് വരുന്ന ഓരോരുത്തരെയും കൺമണി ശ്രദ്ധിക്കണം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും കൃഷിന്റെ ജീവൻ കൺമണിയുടെ കയ്യിലാണ്. അത്രയും പറഞ്ഞ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി അവിടുന്ന് പോവുകയാണ്. കൺമണിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ടെൻഷൻ അടിച്ച് പോവുകയാണ്.